തിരിച്ചറിയണം. ഒരു സമയത്ത് ഖുർആനിൽ കൈകടത്തിയത് ഇവിടുത്തെ ജൂതന്മാരായിരുന്നു. ജൂതന്മാരെ പോലും വെല്ലുവിളിക്കുന്ന രൂപത്തിലാണ് സുലൈമാൻ സഖാഫി എന്ന് പറയുന്ന ഒരു പണ്ഡിത വേഷധാരി സൂറത്തുൻ നിസായിലെ ഒരായത്തെടുത്തിട്ട് വലൗ അന്നഹും യളമു അൻഫുസഹും ജാഊക വസ്തഗ്ഫിറല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദല്ലാഹ തവ്വാബർ റഹീമ എന്ന വിശുദ്ധ ഖുർആനിലെ ആയത്തെടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് റസൂലു എന്ന പദത്തില് റസൂല എന്ന് അകാരമാക്കിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് സഹായം ചോദിക്കാമെന്ന് വരുത്തി തീർക്കാൻ വിശുദ്ധ ഖുർആനിൽ പോലും മാറ്റം വരുത്താൻ ധൈര്യം കാണിച്ചുകൊണ്ട് സഖാഫിമാര് രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ ദയനീയ ഘട്ടത്തിൽ, ഈ ദയനീയമായ സാഹചര്യത്തിൽ ഇനിയും സത്യം തുറന്നു പറഞ്ഞില്ല എങ്കിൽ നാളെ അല്ലാഹുവിന്റെ ദർബാറിലേക്ക് ചെല്ലുമ്പോൾ സമാധാനം പറയേണ്ടി വരുമെന്ന ഉത്തമ ബോധമുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഈ ദൗത്യം ഏറ്റെടുത്തത്. ഇന്നൊരുപാട് ആക്ഷേപങ്ങളാണ്, ഇന്നൊരുപാട് അപവാദങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. എന്തെല്ലാം ആക്ഷേപങ്ങൾ വന്നാലും ഇന്ന് സമ്പത്തിന് വേണ്ടിയാണ് പണ്ഡിതന്മാര് പോയത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആക്ഷേപങ്ങൾ കൊണ്ട് ഈ ആദർശ പ്രസ്ഥാനത്തെയോ അല്ലെങ്കിൽ ആദർശ പ്രസ്ഥാനത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന തെക്കൻ കേരളത്തിൽ ഒഴുക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പല തലയെടുപ്പുള്ള പണ്ഡിതന്മാരും മുജാഹിദ് പ്രസ്ഥാനവുമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, എനിക്ക് പറയാനുള്ളത് അപവാദം കൊണ്ടോ ആക്ഷേപം കൊണ്ടോ തകർത്ത് കളയാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമല്ല തൗഹീദിന്റെ പ്രവർത്തനം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം, അല്ലാഹുവിന്റെ പ്രകാശത്തെ അവരുടെ വായ കൊണ്ട് ഊതിക്കെടുത്താമെന്ന് ശ്രമിക്കുന്നു എങ്കിൽ, നിങ്ങൾ ഊതിക്കെടുത്താമെന്ന് വിചാരിക്കുന്നു എങ്കിൽ വല്ലാഹു മുത്തിമ്മു നൂരിഹി, അല്ലാഹു അവന്റെ പ്രകാശത്തെ പൂർത്തിയാക്കുക തന്നെ ചെയ്യും. വലൗ കരിഹൽ കാഫിറൂൻ, ഇവിടെ സത്യത്തിനെതിരെ നിൽക്കുന്ന ജനങ്ങൾ ഒരുമിച്ച് കൂടിയാൽ പോലും, അവർക്ക് അരോചകത്വമായാൽ പോലും ഇവിടെ സത്യം വിജയിക്കുക തന്നെ ചെയ്യും, സത്യം പൂർത്തിയാക്കപ്പെടുക തന്നെ ചെയ്യുമെന്ന്